നമസ്കാരം. സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. തൊഴിലില്ലായ്മയോ കുറഞ്ഞ വരുമാനമോ കാരണമായി ചൂണ്ടിക്കാണിച്ച് മക്കൾക്ക് ചെലവിന് നൽകുന്ന ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒരു പിതാവും ഒഴിഞ്ഞുമാറാനാകില്ല എന്ന് ബോംബെ ഹൈക്കോടതി. പ്രായപൂർത്തിയാകാത്ത മകനും മകൾക്കും മാസം തോറും കൃത്യമായി ജീവനാംശം നൽകാൻ ഉത്തരവിട്ടുകൊണ്ടാണ് കോടതിയുടെ നിരീക്ഷണം. തന്റെ മക്കൾക്ക് പ്രതിമാസം ചെലവിന് നൽകണമെന്ന കീഴ്ക്കോടതി ഉത്തരവിനെതിരെ പിതാവ് നൽകിയ ഹർജി തള്ളിക്കൊണ്ടാണ് ബോംബെ ഹൈക്കോടതിയുടെ നാഗ്പൂർ ബെഞ്ച് വിധി പുറപ്പെടുവിച്ചത്. അമരാവതിയിലെ ബുൽദാന സ്വദേശിയായ ഹർജിക്കാരനോട് മകനും മകൾക്കും 4000 രൂപ വീതം ആകെ 8000 രൂപ പ്രതിമാസം ജീവനാംശം നൽകാനായിരുന്നു കീഴ്ക്കോടതി നിർദ്ദേശിച്ചിരുന്നത്. എന്നാൽ ഞാൻ നിലവിൽ തൊഴിൽ രഹിതനാണെന്നും മക്കൾക്ക് സാമ്പത്തിക സഹായം നൽകാൻ തനിക്ക് കഴിയില്ല എന്നുമാണ് ഹർജിക്കാരൻ ഹൈക്കോടതിയിൽ വാദിച്ചത്. തന്റെ ഏക വരുമാന മാർഗമായിരുന്ന ഓട്ടോറിക്ഷയും വിറ്റെന്ന് ഇയാൾ കോടതിയെ അറിയിച്ചു. എന്നാൽ ഈ വാദങ്ങൾ മുഴുവൻ തള്ളിക്കളഞ്ഞ ഹൈക്കോടതി മക്കളെ വളർത്തുകയും അവർക്ക് ആവശ്യമായ പിന്തുണ നൽകുന്നതും ഒരു പിതാവിന്റെ ഉത്തരവാദിത്തമാണെന്ന് വ്യക്തമാക്കി. 10ഉം 7ഉം വയസ്സും മാത്രം പ്രായമുള്ള കുട്ടികളുടെ വളർച്ചയും ഭാവിയും കണ്ടില്ലെന്ന് നടിക്കാൻ കോടതിക്കാവില്ലെന്ന് ബെഞ്ച് നിരീക്ഷിച്ചു. തൊഴിലില്ലായ്മയോ വരുമാനക്കുറവോ മക്കളോടുള്ള ഉത്തരവാദിത്തം നിറവേറ്റാതിരിക്കാനുള്ള കാരണമായല്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഇതിനു മുമ്പ് കോടതി നിശ്ചയിച്ചിരുന്ന ജീവനാംശ തുക പോലും മക്കൾക്ക് നൽകുന്നതിൽ പിതാവ് പരാജയപ്പെട്ടതായും ഹൈക്കോടതി വിധിന്യായത്തിൽ പ്രസ്താവിച്ചു. മക്കളെ വളർത്തുകയും അവരുടെ വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ജീവിത ചെലവ് എന്നിവ ഉറപ്പാക്കുകയും ചെയ്യുന്നത് മാതാപിതാക്കളുടെ, പ്രത്യേകിച്ച് പിതാവിന്റെ നിയമപരവും ധാർമ്മികവുമായ ഉത്തരവാദിത്തമാണ്. തൊഴിലില്ലായ്മയോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ ചൂണ്ടിക്കാട്ടി ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന ശക്തമായ സന്ദേശമാണ്. മക്കളുടെ ഭാവിയേക്കാൾ വലിയ ഉത്തരവാദിത്തം മറ്റൊന്നുമില്ല. ജോലിയില്ലെന്ന കാരണം പറഞ്ഞ് മക്കളോടുള്ള കടമയിൽ നിന്ന് രക്ഷപ്പെടാനാകില്ലെന്ന് കോടതി നിലപാട് സ്വാഗതാർഹമാണ്.